എല്ലാവർക്കും ശിങ്കേന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബാച്ചിലേഴ്സിന് പോലും വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡേതാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം. ഞാനിവിടെ 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചില്ലി പൗഡർ 2 ടീസ്പൂണും കൊറിയാണ്ടർ പൗഡർ 1 ടീസ്പൂണും ടർമറിക് പൗഡർ 1/4 ടീസ്പൂണും ഗരം മസാല 1/2 ടീസ്പൂണും പെപ്പർ പൗഡർ 1/4 ടീസ്പൂണും സാൾട്ട് 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൊറിയാണ്ടർ ലീവ്സും ലെമൺ ജ്യൂസും പിന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള കോക്കനട്ട് ഓയിൽ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ഇനി ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതേ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊക്കെ നമ്മളിവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഡീപ്പായിട്ടൊന്ന് വരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് നന്നായി വരിഞ്ഞെടുത്താൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ നല്ലോണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഡീപ്പായിട്ട് വരിയുന്നത്. ഇനി ഇതിലേക്കുള്ള ആദ്യം തന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതുപോലെ തന്നെ ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം, പിന്നെ പെപ്പർ പൗഡർ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ജിഞ്ചറും അതുപോലെ തന്നെ ഗാർലിക്കും കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് ഇതൊന്ന് നമ്മളൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജിഞ്ചറും ഗാർലിക്കും മല്ലിയിലൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. നമ്മുടെ ചിക്കൻ കറിയുമ്പോൾ നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസുകളൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിവേപ്പിലയും കൂടി ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അങ്ങനെ ഇത് ഒരു ഭാഗം ഒന്ന് ഇത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറച്ചിട്ടിട്ട് അതിനെ നല്ലവണ്ണം ഒന്ന് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതേപോലെ ഒന്ന് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ബാച്ചിലേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, നമ്മൾ വേറെ പുറത്തുനിന്ന് ഒരു ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ എപ്പോഴും വാങ്ങുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും, ആ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.